എന്തായാലും വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാലാ ബിഷപ്പ് ഹൌസിലെത്തിയ PC ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. എനിക്ക് മാത്രം എന്നാ ചർച്ച അതൊന്നും ചർച്ച ചെയ്യാൻ പറഞ്ഞ അതൊക്കെ നിനക്ക് വേറെ പണിയൊന്നുമില്ല. ആ പല കലങ്ങാട്ട് പോയത് ഇപ്പം തന്നെ കല്യാണത്തിന് പോയതാ. ഇത് 100 വർഷമേ എന്ന് പറയുന്ന ഒരു പിതാവ് അത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പള്ളിക്കാപ്പുറ പിതാവിൻ്റെ ചേട്ടൻ 96-ാമത്തെ വയസ്സിൽ മരിക്കുകയും അപ്പോൾ അടക്കിന് ഞാൻ വീട് അവിടെ ചെന്നിരിക്കുക. അപ്പം ഞാൻ റെഡ് ബോർഡ് അവിടെ പുറയുന്നു എന്ന് തന്നെ ആരോ കെട്ടിപ്പിടിച്ചു. ഞാൻ നോക്കി പിതാവാണ്. നല്ല ആരോഗ്യമാണ്. ഇന്നിപ്പോൾ പുള്ളിക്ക് കാലിന് മുട്ടിന് പൊട്ടലുണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും എല്ലാ കാര്യവും ഓർമ്മയുണ്ട്. നല്ല സുന്ദരമായിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ലേ. നിനക്ക് ഇതല്ല വേറെ ചിന്തയുണ്ട്. ഞാൻ ഇത് മെത്രാൻ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും കുറേ കൊന്തയും കിട്ടുകാത്ത സൈസ് കൊണ്ടയൊക്കെ തന്നു. അതൊക്കെ മേടിച്ചു. വളരെ സന്തോഷം. പിതാവിൻ്റെ ആശംസയും അനുഗ്രഹിച്ചു. നല്ല കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് പോയി ദീപിക എന്നെ ആരും ഫാരിസ് സൗക്കറിൻ്റെ പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. സംശയമുണ്ട്. അത് അങ്ങനെ 2-3 ഉള്ളതേ. ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ട് 2-3 ഉള്ളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് പാരിസ് സൗക്കറാണല്ലോ. പാരിസ് സൗക്കറിന്റെ പത്രമല്ലേ. അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുകയാണ്. ആ പാരിസ് സൗക്കറിന്റെ ആണെന്നുള്ളത് എനിക്കറിയാമല്ലോ. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റുമോ? നീ എനിക്ക് സൗകര്യമില്ല. അല്ലേ വർത്താനം പറഞ്ഞു ഇങ്ങനെ കുറേ ഉണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാർ. മാന്യമായിട്ട് ഇറങ്ങി വന്നത് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റേ ഉടനെ മറ്റു വർത്താനം പറയാവൂ. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല. സഭയിലെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും. ഇനിയും പറയും. ഇത്തവണ മഠത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് അറിഞ്ഞ് അങ്ങേര് മാത്രമാണ്. അതാ ഞാൻ അങ്ങനെ ചൂടായി വർത്താനം. അത് മനസ്സിലാക്കണം. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമായി ആ എനിക്കെതിരായിട്ട് മഠത്തിലോട്ട് വിളിച്ചു പറഞ്ഞ പിതാവ് പറഞ്ഞാൽ വോട്ട് കിട്ടുമോ? പിതാവ് നാണക്കെട്ടില്ലേ? ഒറ്റ സിസ്റ്റർ പറഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. സിസ്റ്റേഴ്സ് തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പിതാവ് ഇങ്ങനെ പറഞ്ഞത് എന്ത് മര്യാദകളായത്. അത് അപ്പോൾ സിസ്റ്റേഴ്സ് അറിയാമല്ലോ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ എന്തുവേണ്ടി പിതാക്കന്മാർ സ്ട്രോങ് സ്റ്റാൻഡായിരുന്നു. അല്ല പിതാവല്ല സിസ്റ്റേഴ്സ് പല വോട്ടും കിട്ടിയോ? പിതാവ് എന്തിനാണ് നാണക്കേട് കാണിക്കാൻ പോയി? ഞാൻ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചില്ല. അതല്ലേ ഞാൻ പറയുന്നത്. പിതാവ് ഇതേ കണ്ടങ്ങാട്ട് പിതാവുണ്ട്. പുള്ളി ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ? വോട്ട് ചെയ്യാതിരിക്കാൻ പറയുന്നില്ലല്ലോ. എന്തൊരു ഐശ്വര്യമാണ്. എന്താ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ അനുകൂലിച്ച് മെത്രാന്മാർ വർത്തമാനം പറയണമെന്ന് ഞാൻ പറയാല. നീയല്ലേ ചോദിച്ചു. എനിക്ക് പറയാല. പേടിക്കണ്ട. എനിക്ക് മെത്രാന്മാരുടെ പിന്തുണയും വേണ്ട. അത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ സഭയുമായി ബന്ധപ്പെട്ട് പോകേണ്ടവർ. അപ്പം സഭയിൽ ക്രിസ്ത്യൻ സഭയായിരുന്നു. ആ സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും കാണും. എന്ന് നമ്മുടെ സഭ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. നല്ല കാര്യമുണ്ട്. ഇടപാടാണ്. അതാരാ പറഞ്ഞത്? നീ അത് ഉത്തരം പറയണ്ട. നീ അത് കൂടണ്ട. ഞാനും ഷോൺ ജോർജ് കേരള നിയമസഭയിൽ കാണും. നീ അന്നേരം കാണാൻ ഞാൻ കാണിച്ചു തരാം. വിളിക്കുന്ന എല്ലാം സന്തോഷമാണ്. വിളിക്കുന്ന ഇന്നലെ കണ്ടിന്യൂസ് ആയിട്ട് പുറേ താഴെ വന്ന് സപ്പോർട്ട് എല്ലാം എനിക്ക് സപ്പോർട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഇന്നലെ അതിൻ്റെ അമ്പടാ പക്ഷെ കള്ള ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ പോകുന്നത്. അങ്ങനെ പോകണം. അതാ അതിൻ്റെ ശരി. അങ്ങനെ ഒന്നും ഉണ്ടോ? 10-30 കോടി ജനമുള്ള അങ്ങനത്തുള്ള സാധനമാണ്. ഇടാ മാനെ ഞാൻ ചോദിക്കട്ടെ. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഈ പാലാ അരമനയിൽ പേട്ടയെന്ന് കുറേ SDP-കാരൻ വന്ന് കല്ലെറിഞ്ഞു. അറിയാമല്ലോ. ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാരൻ പാലക്കാരനായി. അവനൊക്കെ അന്ന് നാട് വിട്ട് 1 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ. അത് കൂടി കത്തോലിക്ക കോൺഗ്രസ്. വേറെ പണിയൊന്നുമില്ല അവരൊക്കെ.
മഴം വല്ല വേണ്ട ഒരു കൂട്ടത്തിൽ ചുമ്മാ കത്തോലിക്ക കോൺഗ്രസ് കായുമില്ല തോലിക്കായും ഇല്ല ഒന്നുമില്ല കത്തോലിക്ക കോൺഗ്രസ് നടക്കുന്നു പല മഴയും വല്ല കൂട്ടത്തിൽ ചുമ്മാ ഞാൻ ചോദിച്ചത് പിതാവിനെ ഇവിടെ വന്ന് ആക്രമിച്ചു അത് പാലായിൽ വന്ന് ആക്രമിച്ച് കല്ലെടുത്ത് എസ്റ്റിക്ക് തന്നെ ഒന്ന് നോക്കാനൊരു തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വന്ന് എതിർത്തത്. ഞാൻ ഒറ്റയ്ക്ക് എന്നല്ലേ എതിർത്തത്. പിന്നെ ആരാ സഹായിക്കണം? RSSകാരാണ് വന്നത്. ഒരു കത്തോലിക്ക കോൺഗ്രസ്സുകാരനെ കണ്ടില്ല. അവൻ്റെ മുഴുപ്പ് പറഞ്ഞേക്കല്ലേ. അതിനെപ്പറ്റിയുള്ള പറഞ്ഞാൽ എനിക്ക് തലപെരുക്കും വല്ലതും പറയും ഞാൻ. പോകട്ടെ.